അസ്സാം വലൈക്കും വറഹമത്തുള്ള. ഇസ്ലാമിക് ഹിസ്റ്ററി സീരീസിലെ 25-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്കിന്ന് കിടക്കാം. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് മക്കയുടെ മണൽക്കാറ്റുകൾ വീശുന്ന ഒരു രാത്രിയിൽ ആകാശത്തിൽ അനന്തമായ നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിന്നിരുന്നപ്പോൾ ഹാഷിമി കുടുംബത്തിലെ ആ സന്തുഷ്ട നിമിഷത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ലോകത്തെ മാറ്റിമറിക്കാൻ വന്ന മനുഷ്യ മനസ്സുകളുടെ ഇരുട്ട് നീക്കി വെളിച്ചമുണ്ടാക്കാൻ അള്ളാഹു അയച്ച ദൂതൻ, അതെ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ജനനത്തിനു മുമ്പ് തന്നെ ഉപ്പ അബ്ദുള്ള മരണപ്പെട്ടിരുന്നു. ഉമ്മ ആമിന ബീവി നബി തങ്ങൾക്ക് 6 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു. ശേഷം വല്യുപ്പ അബ്ദുൽ മുത്തലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയത്. അബ്ദുൽ മുത്തലിബിൻ്റെ മരണശേഷം പിതാമഹൻ അബൂ തോലിബായിരുന്നു നബിയുടെ രക്ഷയ്ക്കായിട്ടുള്ളത്. അവിടെയുള്ള ദാരിദ്ര്യവും കഷ്ടപ്പാടും നബി തങ്ങളുടെ ഹൃദയത്തെ കരുത്താക്കി. ദരിദ്രരോടുള്ള കരുണയും ദാസനോടുള്ള സ്നേഹവും വാക്കിലെ സത്യവും നബിയുടെ രക്തത്തിൽ തന്നെ കലർന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരുമ്പോൾ മക്കക്കാരുടെ വിശ്വാസവും ആദരവും അദ്ദേഹത്തോട് കൂടിക്കൂടി വരികയായിരുന്നു. അവർ അദ്ദേഹത്തെ ഒരേയൊരു പേരിൽ വിളിക്കാൻ തുടങ്ങി, അൽ അമീൻ അഥവാ സത്യസന്ധൻ. യുവാവായിരുന്നപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യാപാര യാത്രകളിലെല്ലാം പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും നിഷ്കളങ്കതയും കേട്ടറിഞ്ഞ് മഹദി ഖദീജ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹു വളരെ സമ്പന്നയായിരുന്നു, മഹത്തരമായ വ്യക്തിത്വമുണ്ടായിരുന്ന സ്ത്രീയായിരുന്നു. പക്ഷേ നബി തങ്ങളിൽ അവർ കണ്ടത് സമ്പത്തല്ലായിരുന്നു, മനുഷ്യരാശിക്കുള്ള കരുണയും ദൈവഭക്തിയും നിറഞ്ഞ ഒരു ഹൃദയമാണ്. തങ്ങളുടെ വീട്ടിലെ ജീവിതം സ്നേഹത്തിൻ്റെ പരസ്പര മനസ്സിലാക്കലിൻ്റെയും കോട്ട പോലെയായിരുന്നു. കാലം കടന്നുപോയി. നബി തങ്ങൾക്ക് മക്കയിലെ അനീതികൾ കാണുമ്പോൾ ഹൃദയം തളരുന്നുണ്ടായിരുന്നു. വിഗ്രഹാരാധനയും പീഡനവും ദാസന്മാരുടെ ദുരവസ്ഥയും സ്ത്രീകളുടെ അവകാശ നിഷേധവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഹൃദയം ഒരു വിളിയെ തേടി, ഒരു പ്രകാശത്തെ തേടി. അങ്ങനെയാണ് അദ്ദേഹം മക്കയ്ക്ക് പുറത്തുള്ള ഹിറാ ഗുഹയിലേക്ക് പതിവായി പോകുന്നത്. ഒറ്റപ്പെട്ട ആ ഗുഹയിൽ നിശബ്ദതയുടെ മധുരത്തിൽ, സൃഷ്ടിയുടെ പകർച്ചത്തിളക്കത്തിൽ നബി ആലോചനയിൽ മുഴുകുന്നു. ഒരു രാത്രി ചരിത്രത്തിലെ ഏറ്റവും വലിയ നിമിഷം സംഭവിച്ചത്. ഗുഹയുടെ ഇരുട്ടിൽ ആകാശത്തിൽ നിന്നൊരു പ്രകാശം ഇറങ്ങി. ദൂതനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കുലുങ്ങുന്ന മനസ്സോടെ നബിയെ ചേർത്ത് പിടിച്ചു. അദ്ദേഹം നബി തങ്ങൾക്ക് ആദ്യ വഹി നൽകി, ഇഖ്റ, വായിക്കൂ. ആ ഒരു വാക്കിൽ തന്നെയാണ് ലോകത്തിന് ഇരുട്ട് കയറിയത്. അതോടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരാശിയുടെ ഗുരുവായി മാറി. ദൗത്യം ആരംഭിച്ചു. പ്രകാശം തുടങ്ങുകയും അന്ധകാരത്തിന് അവസാനമാകുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം സന്ദേശം പ്രഖ്യാപിക്കുമ്പോൾ മക്കയുടെ നേതാക്കൾ വളരെ ഭീതിയിലായിരുന്നു. ഒരു ദൈവത്തെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന ഈ വിളി അവരുടെ അധികാരത്തെയും സ്വാധീനത്തെയും തകർക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിശബ്ദമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പരിഹസിച്ചു, കള്ളവാർത്തകൾ പരത്തിച്ചു, പീഡിപ്പിച്ചു. എന്നാൽ നബി തങ്ങൾ ഒരിക്കലും പ്രതികാരം ചെയ്തില്ല. ലോകം മുഴുവനും എതിരായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സത്യത്തിൻ്റെ വഴിയിൽ നിന്നു. അടുത്ത കാലത്ത് മദീനയിൽ നിന്ന് ഒരു സംഘം ആളുകൾ നബിയുടെ സന്ദേശം കേട്ട് ഇസ്ലാം സ്വീകരിച്ചു. മക്കയിൽ സ്ഥിതി വഷളായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങളെ രഹസ്യമായി മദീനയിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വയം മദീനയിലേക്ക് ഹിജ്റ ചെയ്യേണ്ടി വന്നു. മദീനയിലെത്തുമ്പോൾ ജനങ്ങൾ നബിയെ കണ്ണീരോടെയും സന്തോഷത്തോടെയും വരവേറ്റു. അവിടെ നബി തങ്ങൾ സമത്വവും നീതിയും സാഹോദര്യവും നിറഞ്ഞ ഒരു പുതിയ സമൂഹം സ്ഥാപിച്ചു. മദീനയിൽ സമാധാനവും ക്രമവും ഉണ്ടെങ്കിലും ശത്രുക്കൾ നബിയെ വിട്ടുകളഞ്ഞിരുന്നില്ല. ബദർ, ഉഹദ്, കന്ദക്ക് തുടങ്ങിയ വലിയ യുദ്ധങ്ങൾ നടന്നു. എന്നാൽ ഓരോ യുദ്ധത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സൈന്യത്തേക്കാൾ കൂടുതൽ മനുഷ്യരുടെ മനസ്സുകൾ കീഴടക്കി. അദ്ദേഹത്തിൻ്റെ ക്ഷമയും വിനയവും ലോകം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും വെറുപ്പ് പഠിപ്പിച്ചില്ല. പക്ഷേ ഒരാൾ വേദനിപ്പിച്ചാൽ അവൻ്റെ പാപത്തിന് മാത്രമാണ് കോപിച്ചത്, ആ വ്യക്തിയോട് ഒരിക്കലുമില്ലായിരുന്നു. മക്കയിൽ നിന്നുള്ള പീഡനങ്ങൾക്ക് അവസാനമായി. 8 വർഷങ്ങൾക്ക് ശേഷം മുസ്ലിങ്ങൾ സമാധാനത്തോടെ മക്കയിലെത്തി. എല്ലാവരും ഭയന്നു, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികാരം ചെയ്തേക്കുമെന്ന്. പക്ഷേ നബി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു,
ഇന്ന് നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്. ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ക്ഷമാപ്രസ്താവം അതായിരുന്നു. ജീവിതത്തിൻ്റെ അവസാന നാളുകളിലടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. മനുഷ്യർ ഒരേ മാതാപിതാക്കളിൽ നിന്ന് ഒരുവൻ മറ്റൊരുവൻ്റെ മീതെ ഉയർന്നതല്ല. സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുക, ദരിദ്രരെ മറക്കരുത്, സത്യത്തിൻ്റെ വഴി പിന്തുടരുക. ഒരു ശാന്തമായ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിടവാങ്ങി. യുദ്ധങ്ങൾ വഫാത്തായെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രകാശം ഒരിക്കലും അസ്തമിക്കില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്നും കോടിക്കണക്കിന് ഹൃദയങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നു. നബിതങ്ങൾ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ നേതാവ്, മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചവൻ, നന്മയുടെ വഴിയിൽ നടന്നവൻ, നമ്മെ നന്മയിലേക്ക് വിളിച്ചവൻ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള കഥകൾ എത്ര പറഞ്ഞാലും മതിവരില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു ചരിത്രമാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള ചരിത്രങ്ങളും കഥകളും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അസ്സലാമു അലൈക്കും.